Sky Gold, elegance of beauty. പെരിന്തൽമണ്ണ നഗരസഭ പരിധിയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുനിസിപ്പാലിറ്റിയിലെ 7 കേന്ദ്രങ്ങളിലായാണ് പഠനോപകരണം വിതരണം ചെയ്തത്. പെരിന്തൽമണ്ണ ടൗൺ മേഖലയിലെ വിതരണോദ്ഘാടനം ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. കേരളത്തിലെ മികച്ച സഹകരണ ബാങ്കുകളിലൊന്നാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് ലാഭവിഹിതം ഉപയോഗിച്ചാണ് സാമൂഹ്യ, ജീവകാരുണ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. എല്ലാ വർഷവും വിദ്യാഭ്യാസ മേഖലകളിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ വർഷം പെരിന്തൽമണ്ണ നഗരപരിധിയിലെ 7 കേന്ദ്രങ്ങളിലായാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പെരിന്തൽമണ്ണ ടൗൺ മേഖലയിലെ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, എപ്പോഴും പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിന്റെ നിരവധി പ്രവർത്തനങ്ങളെ അടുത്തു നിന്നും ദൂരെ നിന്നും ഒക്കെ നോക്കിക്കാണാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്ക് എന്ന നിലയിൽ 60 വർഷത്തെ പാരമ്പര്യമുള്ള, ഇപ്പോ 61ാമത്തെ വയസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, 60 കഴിഞ്ഞ് വാർദ്ധക്യം, എങ്കിലും സാധാരണ 60 കഴിഞ്ഞാൽ വാർദ്ധക്യം ബാധിക്കും. പക്ഷെ വാർദ്ധക്യത്തിന്റെ യാതൊരുവിധ ജരാനരകളും ബാധിക്കാതെ ഇപ്പോഴും യുവത്വത്തിൽ ത്രസിച്ച് തുടിച്ചു നിൽക്കുന്ന ബാങ്കിന്റെ പേര് കൂടിയാണ് പെരിന്തൽമണ്ണ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും. കുറെ നല്ല സഹകാരികളും നല്ല ഇടപാടുകാരും നല്ല ഉദ്യോഗസ്ഥരും ഒരുമിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം ഇത്ര നന്നായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. പലപ്പോഴും ബാബു 1-2 പരിപാടിക്കൊക്കെ വിളിച്ചപ്പോഴും എനിക്ക് വരാൻ സാധിച്ചില്ല. വാസ്തവത്തിൽ ആ കാരണത്താൽ ഞാനും ബാബുവും തമ്മിൽ പിണങ്ങി ചെയ്തിരുന്നു. അപ്പൊ എന്തുകൊണ്ടും ഇന്ന് സത്യത്തിൽ നിലമ്പൂർ കുറെ പരിപാടികളുണ്ട്. എന്തായാലും ഇന്ന് എന്ത് പരിപാടി മാറ്റിവെച്ചാലും ഈ പരിപാടിക്ക് എത്തണമെന്ന് ഉദ്ദേശിച്ച് രാവിലെ പുറപ്പെട്ടതാണ്. ആര്യാടൻ ഷൗക്കത്ത് MLA ബാങ്ക് പ്രസിഡന്റ് ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ 60 കൊല്ലത്തെ ഈ ബാങ്കിന്റെ ബിസിനസിന്റെ അതിന്റെ ഒരു ചെറിയ ശതമാനമാണ് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കി വെക്കുന്നത്. ഒട്ടനവധി പദ്ധതികൾ, ഇവിടെ 1500 കുട്ടികൾക്ക് ഈ വർഷം പുസ്തകം കൊടുക്കുന്നു. ഒപ്പം തന്നെ ഈ അടുത്ത ആഴ്ചയോടുകൂടി പെരിന്തൽമണ്ണ നഗരസഭയിലെ ജീവിക്കുന്ന ഈ വർഷം SSLC +2 പാസ്സായി മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മളൊക്കെ ആദരിക്കാറുണ്ട്, നമ്മളൊക്കെ പ്രദേശത്തെ വിദ്യാർത്ഥികളെ ആദരിക്കാറുണ്ട്, നമ്മളൊക്കെ ആദരിക്കാറുണ്ട്. നമ്മളെന്തെങ്കിലും ചെറിയൊരു ഉപഹാരം കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ സംഘടിപ്പിക്കാറ്. നമ്മൾ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ വലിയൊരു പരിപാടി തന്നെയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ വീടിന്റെ ഉമ്മറത്ത് വെച്ച്, അവന്റെ നാട്ടിൽ വെച്ച് അവനൊരു അംഗീകാരം കിട്ടുന്നത്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവന്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാവും. അത് വലിയൊരു അംഗീകാരമാണ്. KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റും അതുപോലെ നമ്മുടെ ബാങ്കിന്റെ കാര്യത്തെക്കുറിച്ചും മറ്റു നല്ലവിടെ പ്രസംഗിക്കുന്ന ആ കാര്യങ്ങളൊന്നും കണക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഒക്കെ അവരുടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളിൽ കിടക്കുന്ന നല്ലൊരു കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സഹകാരിയായ നിലമ്പൂരിന്റെ അർബൻ ബാങ്കിന്റെ പ്രസിഡന്റാണ്, ചെയർമാനാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ ബാങ്കിന്റെ പരിപാടിക്ക് ഇന്ന് വരണം എന്ന് വളരെ നിർബന്ധത്തോടു കൂടിയാണ് ഈ ചടങ്ങിന് ഒരുപാട് തിരക്ക് ഉണ്ടെങ്കിൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും കടക്കുന്നില്ല. നമ്മുടെ ഈ ചടങ്ങിൽ ഞാനൊരു ജീവനക്കാരൻ എന്ന നിലയിൽ അവസാനത്തെ ഒരു പൊതു ചടങ്ങ് കൂടിയാണ് ഇതോടൊപ്പമുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഹാരിസ്, മുനിസിപ്പൽ കൗൺസിലർ സബിത, കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി MM സക്കീർ ഹുസൈൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആറഞ്ഞിക്കൽ ആനന്ദൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്രൻ, മുസ്തഫ ചേലാക്കോടൻ, രാജേഷ് മാസ്റ്റർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർമാരായ C അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, മുഹമ്മദ് ഹനീഫ പടിപ്പുര, മുഹമ്മദ് സമീർ V, അജിത് കുമാർ V, സുരാദേവി ER, സുൽഫത്ത് ബീഗം, റജീന അൻസാർ, ബാങ്ക് സെക്രട്ടറി നാസർ കാരാടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. ചെറുപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.